ഹായ്, എൻ്റെ പേര് ഷാമിൽ. എൻ്റെ സ്ഥലം മലപ്പുറത്താണ്. ഞാൻ പ്ലേസ്ഡ് ആയിട്ടുള്ളത് സ്റ്റാക്ക് മോഡ് ഇന്നോവേഷൻസ് തിരുവനന്തപുരത്ത് തന്നെയാണ്. പിന്നെ എൻ്റെ പാക്കേജ് എന്ന് പറയുന്നത് 3.6 LP ആണ്. ഹായ്, ഞാൻ ആനന്ദ്. ഞാനിപ്പോൾ പ്ലേസ്ഡ് ആയിരിക്കുന്നത് സ്റ്റാക്ക് മോഡ് ഇന്നോവേഷൻസിലാണ്. മാൻ സ്റ്റാക്ക് ഡെവലപ്പറായിട്ടാണ് പ്ലേസ്ഡ് ആയിരിക്കുന്നത്. 3.6 ലാക്ക് രൂപയുടെ പാക്കേജിലാണ് പ്ലേസ്ഡ് ആയിരിക്കുന്നത്. എൻ്റെ പേര് മുഫീദ്. ഞാനിപ്പോൾ ഒരു ഫ്ലട്ടർ ഡെവലപ്പറാണ്. പ്ലേസ്ഡ് ആയിരിക്കുന്നത് സ്റ്റാക്ക് മോഡ് ഇന്നോവേഷൻസ് എന്ന കമ്പനിയിലാണ്. ഞാൻ വരുന്നത് പാലക്കാട് വട്ടാമിൽ നിന്നാണ്. ഞാൻ ഇവിടെ വരുന്നതിൻ്റെ മുമ്പ് ഞാൻ BSc കമ്പ്യൂട്ടർ സയൻസാണ് പഠിച്ചിരുന്നത്. അതിനുശേഷം ഞാനൊരു കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒരു കോച്ചിങ് ഉണ്ടായിരുന്നു, JDC എന്ന് പറഞ്ഞിട്ട്. ഒരു വർഷം അതിന് പോയി. പിന്നെ അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ അമ്പയറിങ് ചെയ്യുമായിരുന്നു ക്രിക്കറ്റ്. സോ ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഞാൻ കൂടുതലും ഈ ക്രിക്കറ്റ് അമ്പയറിംഗ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിന് മുന്നേ ഞാൻ ചെയ്തിരുന്നത് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ബാക്ക് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ആയി പിന്നെ വേറെ ചെറിയ കോഴ്സുകളൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കുന്നു. അത് കഴിഞ്ഞ് ആണ് സ്റ്റാക്കപ്പിൽ വന്നത്. പിന്നെ അവിടെ നിന്ന് ഈ പ്ലേസ്മെൻറ്റിലോട്ട് എത്തി. പഠിച്ചത് BA മൾട്ടിമീഡിയ ആണ്, മജ്ലിസ് കോളേജ് വളാഞ്ചേരി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആക്ച്വലി എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും ഞാൻ പിന്നെ അതിന് ശേഷം ഈ ഒരു ബാങ്കിങ് ഫീൽഡിലോട്ട് പോയി. പക്ഷേ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും എനിക്കത് അത്രത്തോളം ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡൊന്നും ആയിരുന്നില്ല. പക്ഷേ പിന്നീട് എനിക്കൊരു വേറൊരു എന്തെങ്കിലും നല്ലൊരു സ്കിൽ ഡെവലപ്മെൻ്റ് ഉള്ളൊരു കോഴ്സ് പഠിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറേ കോഴ്സ് സെർച്ച് ചെയ്ത് നോക്കി. അപ്പോഴാണ് ഈ വെബ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് അറിയുന്നതും. അപ്പോൾ അതിനെക്കുറിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ടും ഉള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രി കൂടിയാണ്. സോ അത് കുറച്ചുകൂടി നന്നായിരിക്കുമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തത്. ഇങ്ങനെ ഞാൻ കുറച്ച് സ്കിൽ ബേസ്ഡ് കോഴ്സ്, എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇപ്പോൾ സ്കിൽ ബേസ്ഡ് എന്തെങ്കിലും കോഴ്സ് പെട്ടെന്ന് ജോലി കയറാൻ പറ്റുന്ന രീതിയിലൊരു കോഴ്സ് ഇങ്ങനെ അന്വേഷിച്ച് നടന്നു. അപ്പം ഇങ്ങനെ ഗ്രാഫിക് ഡിസൈൻ, വെബ് ഡെവലപ്മെൻറ്റ്, മറ്റേ സൈബർ സെക്യൂരിറ്റി, അങ്ങനെ കുറച്ച് കോഴ്സുകളാണ് കണ്ടത്. അതിൽ വെബ് ഡെവലപ്മെൻറ്റിനോട് താല്പര്യം തോന്നി. ഫ്ലട്ടർ എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ മൾട്ടിമീഡിയ പഠിക്കുമ്പോൾ തന്നെ അതിൽ ഞങ്ങൾക്ക് വെബ് ഡിസൈനിങ് കൂടി ഉണ്ടായിരുന്നു, HTML CSS ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒന്നും കൂടി അഡ്വാൻസ്ഡ് പഠിക്കാൻ വെച്ചിട്ടാണ് ഫുൾ സ്റ്റാക്ക് പഠിക്കാൻ ശരിക്കും വന്നിട്ടോ. ഫേൺ സ്റ്റാക്കും മീൻ സ്റ്റാക്കും നോക്കിയിട്ടുണ്ട്, മേണാണ് ഞാൻ നോക്കിയത്. പിന്നെ ഫ്രണ്ട് എൻഡ് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്ലട്ടറിനെ കുറിച്ച് അറിയാൻ തുടങ്ങി. അപ്പോൾ ജസ്റ്റ് ഫ്ലട്ടർ ഒന്ന് നോക്കി അപ്പോൾ ഞാൻ സ്വിച്ച് ചെയ്ത്, പിന്നെ മേണിന്ന് ഫ്ലട്ടർ സ്വിച്ച് ചെയ്ത്. എനിക്ക് പിന്നെ ഫുൾ സ്റ്റാക്കിനോടൊക്കെ എന്തോ മേൺ സ്റ്റാക്കിനോടൊക്കെ ഭയങ്കര ക്രേസ് തോന്നി ഫ്ലട്ടറിനോട്. അതിൻ്റെ UI കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. കോഡ് ചെയ്യാനാണെങ്കിൽ തന്നെ ഭയങ്കര നൈസ് ചെയ്യുന്നത്. അതിൽ വിഡ്ജറ്റ്സ് എന്ന ഒരു ട്രീ സ്ട്രക്ചർ ആയിട്ട് ഇങ്ങനെ പോകും തന്നെ. അപ്പോൾ പിന്നെ ഞാനെടുത്ത് പിന്നെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാറുണ്ടായിരുന്നു ഫ്ലട്ടറിൽ. പുതിയ ലാംഗ്വേജ് തന്നെ കുറേ വാക്കൻസീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നുകൂടി ഇഷ്ടമായിട്ട് തന്നെ ഫ്ലട്ടർ എടുത്ത്. സത്യം പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു ഏജ് വെച്ചിട്ട് നമുക്ക് ഇനിയും കൂടുതൽ സമയം കളയാനില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്തിട്ട് പെട്ടെന്നൊരു ജോലിക്ക് കയറുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മളൊരു ഇതിൻ്റെ ഒരു ആഡൊക്കെ കണ്ടപ്പോൾ 6 മാസം കൊണ്ടൊരു ജോലി എന്ന് കേട്ടു. അപ്പോൾ ഞാൻ ഈ കോഴ്സ് തിരഞ്ഞെടുത്തപ്പോൾ ഇപ്പോൾ 6 മാസം കൊണ്ടാണ്. അത് നമുക്ക് ഇതിൻ്റെ ഒരു ഡെപ്ത് എത്രത്തോളം അറിഞ്ഞിരുന്നില്ല നമ്മൾ ഇവിടെ വരുന്ന സമയത്ത്. അപ്പോൾ വന്നു, പിന്നെ നമുക്ക് മനസ്സിലായി ഇത് ചിലപ്പോൾ ഒരു 6 മാസം കൊണ്ട് തന്നെ തീരണമെന്നൊന്നുമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനിവിടുന്ന് ഒരു ജോലി വാങ്ങിയിട്ട് പോകുള്ളൂ എന്നുള്ളത് എൻ്റെ ഒരു തീരുമാനമായിരുന്നു. അത് 7-8 മാസമായിട്ടാണെങ്കിലും എനിക്കതിലോട്ട് എത്തിച്ചേരാൻ പറ്റി. വിശ്വാസം എന്ന് വെച്ചാൽ ട്രൈ ചെയ്താൽ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ജോയിൻ ചെയ്തത്. അതിവിടെ വന്നു. അപ്പോൾ ഈ ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ അനീഷ് ചേട്ടനെയൊക്കെ വന്ന് കണ്ട സമയത്തും അവരും ആ ഒരു നമ്മുടെ അവർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലായി ട്രൈ ചെയ്താൽ ജോലി കിട്ടാമെന്നാണ്. അങ്ങനെ ആണ് ഞാൻ ചേർന്നത്. ഇതിനെ ട്രൈ ചെയ്ത് നോക്കാം, എന്തായാലും ഒരു 6 മാസം ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാമെന്നുള്ള രീതിയിലാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഞാൻ ജോയിൻ ചെയ്ത് പിന്നെ പഠിച്ചു തുടങ്ങിയപ്പോൾ നമുക്ക് ആ സ്ട്രക്ചറിൽ നമുക്ക് പഠിച്ചു പോയപ്പോൾ മനസ്സിലായി ഇങ്ങനെ ഒരു 6 മാസം കൊണ്ട് നമുക്ക് ഇൻ്റർവ്യൂസിനൊക്കെ കാണിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രോജക്റ്റ് ചെയ്ത് ഇറങ്ങാൻ പറ്റും. അത് വെച്ച് നമുക്ക്
ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാം, അതുവഴി നമുക്ക് ജോലി കയറാമെന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു ആ സമയത്ത്. 6 മാസം കൊണ്ട് ജോബ് എന്നുള്ളത് നമ്മൾ കുറേ കേൾക്കലുണ്ട്. ഇപ്പോൾ 100% പ്ലേസ്മെൻറ്റ് അങ്ങനെ പറഞ്ഞിട്ട് കുറേ കോഴ്സുകളുണ്ട്. പിന്നെ ഫസ്റ്റ് ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് തന്നെ. അപ്പോൾ എനിക്ക് അത്ര വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ പറ്റുമെന്നില്ലെന്നും. എന്നാലും എന്താ നോക്കാമല്ലോ, സ്കില്ല് പഠിക്കാമല്ലോ വെച്ചിട്ടും വന്നതാണ്. ബട്ട് ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ജെന്യൂനാണ് മനസ്സിലായി. ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ പ്ലേസ്മെൻറ്റ് ടീമും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് പിന്നെ അവിടെ നിന്ന് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് സെറ്റായി വരുന്നതായിരുന്നു. പിന്നെ ഇവിടുത്തെ മെൻറ്റേഴ്സിൻ്റെ ഒരു ഹെൽപ്പ് പറയാൻ പറ്റില്ല, അവർ നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇൻ്റർവ്യൂസ് ക്രാക്ക് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എറർ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വരുമ്പോൾ അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ കറക്റ്റ് ക്ലിയർ ചെയ്ത് തരും. ബാക്കി നമ്മൾ സെൽഫായിട്ട് ലേൺ ചെയ്യാം, ഒക്കെ സെറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഇത്രയും കാലം പഠിച്ചുകൊണ്ടിരുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടീച്ചർമാർ സാറന്മാർ പഠിപ്പിച്ച് തരും, നമ്മളത് പഠിക്കുക. അപ്പോൾ ആ ഒരു മെത്തേഡ് നമുക്ക് സെൽഫ് ലേണിങ്ങിലോട്ട് മാറുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു, നമ്മളെ കൊണ്ട് ഇത് പഠിക്കാൻ കഴിയുമോ, എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊക്കെ. പക്ഷേ നമ്മളിവിടെ വന്നു, നമ്മൾ ആ മെത്തേഡിനോട് അഡാപ്റ്റായി, നമ്മൾ കൂടുതൽ കാര്യങ്ങൾ സെൽഫ് ലേൺ ചെയ്ത് പഠിച്ചു. ഇപ്പോൾ ജോലിക്ക് കയറിയ ശേഷവും എനിക്ക് വന്നിട്ടുള്ള പ്രൊജക്റ്റ് വെച്ചിട്ട് അതിന് ഞാൻ വീണ്ടും വേറെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ ഞാൻ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഇപ്പോൾ ഡാറ്റാബേസിൻ്റെ കാര്യങ്ങളായാലും എല്ലാതും പുതിയതാണ് യൂസ് ചെയ്യുന്നത്. സെൽഫ് ലേണിംഗ് ആയതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ സ്വന്തമായിട്ട് ഇന്നത് പഠിച്ച് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. ആദ്യമായിട്ട് സെൽഫ് ലേണിംഗ് നോക്കുമ്പോൾ നമുക്ക് ഒരു ഡൗട്ടായിരുന്നു, അതായത് നമുക്കൊണ്ട് മൊത്തം ഹെൽപ്പില്ലാതെ നമുക്ക് തന്നെ മൊത്തം പഠിച്ചെടുക്കാൻ പറ്റുമോ, ഇതൊരു പാടുള്ള ഫീൽഡല്ലേ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് നമുക്കുണ്ടായിരുന്നു. പക്ഷേ തുടക്കത്തിൽ പാട് തന്നെയായിരുന്നു. പിന്നെ പഠിച്ച് നമുക്ക് ആ ഒരു എങ്ങനെ സെൽഫ് ലേൺ ചെയ്യണം എന്നുള്ളൊരു മെത്തേഡ് നമുക്ക് മനസ്സിലാവും. കുറച്ച് അത് കഴിഞ്ഞു. പിന്നെ അതിന് ജോലി കയറിയപ്പോൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ജോലി കയറുമ്പോൾ നമ്മളിവിടെ നമ്മൾ ഈ കോഴ്സ് പഠിക്കുമ്പോൾ ഉള്ള ആ ഒരു ഇതായിരിക്കില്ല നമുക്ക് ജോലിക്ക് ചെയ്യാൻ വേണ്ടത്, വേറൊരു ടെക്നോളജി ആയിരിക്കും അവർ പഠിക്കാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് സെൽഫ് ലേണിംഗ് അറിയാമെങ്കിൽ നമുക്ക് തന്നെ പെട്ടെന്ന് ഈസി ആയിട്ട് അത് വേറെ രീതിയിലോട്ട് സ്വിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. അത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ബാക്കിയുള്ളവർ പഠിപ്പിക്കാനാണ് നല്ലത് സെൽഫ് ലേണിംഗ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഈ അറിയാത്തൊരു ഫീൽഡായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ഇപ്പോൾ തുടക്കം മാത്രമേ ചെറിയൊരു അറിവ് മാത്രമേ ഉള്ളൂ ഈ കോഡിങ്ങിനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഞാൻ നല്ല ബുദ്ധിമുട്ട് തോന്നിയത് ഫസ്റ്റ് പഠിക്കാനൊക്കെ. പിന്നെ ഭയങ്കര ടഫ് ചെയ്യുന്നത് മെയിനായിട്ട് ഫ്ലട്ടർ ആയതുകൊണ്ട് തന്നെ ഫ്ലട്ടറിൽ അധികം കമ്മ്യൂണിറ്റീസ് കുറവാണ്, പുതിയൊരു ഇതായതുകൊണ്ട് തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ഞാൻ പിന്നെ കമ്പനി കയറിയപ്പോൾ ശേഷമാണ്, ഇപ്പോൾ ജോബിന് കയറിയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഒരു യൂസ് മനസ്സിലായത്. എന്താ വെച്ചാൽ നമുക്കിപ്പോൾ എന്തായാലും കമ്പനീസിൽ നമ്മൾ അധികം ആരും ഇതേമാതിരി മെൻറ്റേഴ്സൊന്നും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല, സ്വന്തമായിട്ട് പല കാര്യങ്ങളും പഠിക്കാനുണ്ടാവും. നമ്മളൊരു കോഴ്സ് ചെയ്തെന്ന് വെച്ചിട്ട് നമ്മൾ ഫുൾ കംപ്ലീറ്റ് അല്ല. നമ്മളൊരു കമ്പനി കയറി അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഒരു 3-4 ആപ്ലിക്കേഷൻ ഉണ്ടാകുമ്പോഴാണ് നമ്മളതൊരു എക്സ്പീരിയൻസ്ഡായി മാറുള്ളൂ. എന്നാൽ നമുക്ക് ഒരു നോളജ്, ഒരു ബേസ് നോളജ് കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് സെൽഫ് ലേണിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പഠിച്ചെടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വയ്ക്കും. ഇപ്പോൾ ഇവിടുന്ന് പഠിച്ചുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് കമ്പനി പോയിട്ട് ചെയ്യുമ്പോൾ ഒരു വലിയ ഹാർഡായി തോന്നിയിട്ടില്ല പഠിക്കാനൊന്നും. ഈസിയായി ക്യാച്ച് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. അത് എന്തായാലും സെൽഫ് ലേണിങ്ങിൻ്റെ ഒരു ഉപകാരം തന്നെയാണ്. ഡിഗ്രി ഉള്ളത് എപ്പോഴും നല്ലത് തന്നെയാണ്. പക്ഷേ ഡിഗ്രി ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു ജോബ് കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ വന്നതും ഇന്നത്തോടെ എനിക്ക് സപ്ലൈ ഉണ്ട്. പക്ഷേ ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ആ ഡിഗ്രി എഴുതിയെടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇപ്പോൾ ഞാൻ ഡിഗ്രി ഉണ്ടെങ്കിൽ എനിക്കൊരു ഡിഗ്രിയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ജോലിക്ക് പോകും എന്നുള്ളത് അതിന് പോകാനുള്ള സ്കിൽസോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. സോ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഒരു നല്ല സ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു രീതിക്കാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ആ സ്കിൽ ഡെവലപ്പ് ചെയ്തു, അത് എനിക്കൊരു ജോലി കിട്ടി. പക്ഷേ ഡിഗ്രി ഉണ്ടെങ്കിൽ അത് നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ സഹായിക്കും എന്നുള്ളത് ശരി തന്നെയാണ്. ഇപ്പം എനിക്ക് ഇപ്പോഴും ബാക്ക് പേപ്പേഴ്സ് ഉള്ള ഒരാളാണ്. അപ്പം എന്നിട്ടും എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടി. അപ്പം അത് നമുക്ക് സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് ഡിഗ്രി എന്താണ് ഒരു ജോലി കിട്ടാൻ വേണ്ടി അത് മാറ്റർ ചെയ്യുന്നില്ല, സ്കില്ലാണ് കൂടുതൽ അവർ നോക്കുന്നത്. പക്ഷെ ഇപ്പോൾ ചിലപ്പോൾ പിന്നെ ഓൺ ദ ലോങ് റൺ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിഗ്രിയും കൂടെ ഉണ്ടെങ്കിൽ കുറെ കൂടെ കരിയർ പാത്ത് നമുക്ക് കരിയർ കുറെ കൂടെ നല്ലോണം ബിൽഡ് ചെയ്യാം. അല്ല കരിയർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഡിഗ്രി ഉണ്ടെങ്കിലേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നും എനിക്ക് തോന്നുന്നില്ല. ഇമ്പോർട്ടൻ്റ് ചോദിച്ചാൽ നമുക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ല. ഡിഗ്രി എന്ന് പറയുന്നത് നമ്മുടെ സ്കിൽ ബേസ്ഡ് ആയിരിക്കും.
ഇപ്പോൾ നമുക്ക് ഡിഗ്രി ഉണ്ടായിട്ട് ഇച്ചിരി സ്കില്ലില്ലെങ്കിൽ അതിനൊരു കാര്യമില്ല. ഇപ്പോൾ എനിക്കിപ്പോൾ മൾട്ടിമീഡിയ ഡിഗ്രി ഉണ്ടായിരുന്നു. ഞാൻ അതിന് മുന്നേ ഗ്രാഫിക് ഡിസൈനിങ് ചെയ്തിരുന്നു ഫ്രീലാൻസ് ആയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഗ്രാഫിക് ഡിസൈനിങ്ങിന് അപ്ലൈ ചെയ്യുന്ന ടൈമിലൊക്കെ അവർ ഡിഗ്രിയെ ചോദിക്കൂല, ജസ്റ്റ് സ്കില്ല് മാത്രം. നമ്മളെ പോർട്ട്ഫോളിയോ, നമ്മൾ ചെയ്ത വർക്ക് എന്താ, നമ്മൾ ചെയ്ത വർക്ക്സ് എന്തെങ്കിലും ഉണ്ടോ, അതിൻ്റെ പോർട്ട്ഫോളിയോ വിട്ടെടുക്കാനേ പറയുള്ളൂ. ഞാൻ ഇതുവരെ യാതൊരു ഇതിലും ഡിഗ്രിയുടെ കാര്യത്തിലും ബാക്കായിട്ടില്ല. സ്കില്ല് മാത്രമേ, അത് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇപ്പോൾ നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മളെ സ്കിൽ മാതിരി ഇരിക്കും. എത്ര സ്കില്ലുണ്ടോ അതിനനുസരിച്ച് നമുക്ക് എല്ലാം അച്ചീവ് ചെയ്യിക്കും. ഡിഗ്രി ഈസ് എ പീസ് ഓഫ് പേപ്പർ. ഇപ്പോൾ ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഫുൾ ടൈം ഗ്രൗണ്ടിലോ ഒന്നെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകും, അല്ലെങ്കിൽ ക്രിക്കറ്റ് അമ്പയർ ചെയ്യാൻ പോകും. ഇപ്പോൾ കഴിഞ്ഞൊരു 3-4 വർഷം ഇങ്ങനെ തന്നെ എൻ്റെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പക്ഷെ നമുക്ക് ഇതുകൊണ്ടൊന്നും നമ്മുടെ ഒരു ഭാവി ജീവിതം സേഫാക്കുക എന്നുള്ള കാര്യം അതിൽ സെറ്റിലാക്കാനൊന്നും ഇതുകൊണ്ട് കഴിയില്ല. അപ്പോൾ ഞാനെന്ത് തീരുമാനിച്ചെന്ന് വെച്ചാൽ തൽക്കാലം ഈ ഒരു വർഷത്തേക്ക് ഇതെല്ലാം കൺട്രോൾ ചെയ്ത് ഈ ഒരു 6 മാസം ഈ കോഴ്സിന് വന്നതിന് ശേഷം ഞാൻ ഭയങ്കര റയറായിട്ട് മാത്രമേ ക്രിക്കറ്റ് കളിച്ചിട്ടുള്ളൂ. അമ്പയറിങ്ങും വളരെ കുറേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഈ ജോലിക്ക് കയറുന്നതിൻ്റെ മുമ്പ് വരെ ഈ ഒരു കാലഘട്ടത്തിൽ ആകെ ഒരു മാച്ച് മാത്രമേ ഞാൻ അമ്പയർ ചെയ്തിട്ടുള്ളൂ. അതിന് മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആഴ്ചയിൽ 3-4 ദിവസമൊക്കെ പോയി അമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് നമുക്കൊരു ജോലി വാങ്ങുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു. അപ്പോൾ നമുക്ക് പല സിറ്റുവേഷൻസും ഉണ്ടാവും. ചിലപ്പോൾ നമ്മളെ കൊണ്ട് പഠിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടാവും. ചില ടോപ്പിക്സൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ മെൻറ്റേഴ്സും എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളത് നോക്കി നമുക്കതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റി. അവസാനം നല്ലൊരു ജോലിയിലെത്താനും പറ്റി. സോ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ മാക്സിമം എഫേർട്ട് എടുക്കുക. നമ്മൾ ഈ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 7 മാസം നമ്മൾ എഫേർട്ട് എടുത്ത് കഴിഞ്ഞാൽ അത് നമ്മളെ ഭാവിയെ സേഫാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞാനൊരു 6 മാസവും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നത്. മെൻ്റലി ഡൗൺ ആയ അവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്കൊരു ചില ഒരു ടോപ്പിക്സൊക്കെ എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു 3-4 മാസത്തെ ആ ഒരു റേഞ്ചൊക്കെ ആയ സമയത്തൊക്കെ നമുക്കൊരു പിന്നെ നമ്മളെ കൊണ്ട് പറ്റുമോ, നല്ല ടഫാണല്ലോ എന്നുള്ളൊരു ഫീലിംഗ് വരും. അപ്പോൾ ചെറിയായിട്ട് നമ്മൾ കുറച്ചൊന്ന് സ്ലോ ഡൗൺ ആവും ആ സമയത്ത്. പിന്നീട് വീണ്ടും നമ്മൾ ഈ ഒരു ജോലി വേണം എന്നുള്ളൊരു മോട്ടിവേഷൻ, ആ ഒരു ഇതുകൊണ്ട് വീണ്ടും നമ്മൾ പഠിച്ച് അങ്ങനെ പോകണം. ആ ഒരു ജോലി എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം അതൊരു മോട്ടിവേഷൻ ആയിക്കൊണ്ട് നമ്മൾ ബാക്കി കണ്ടിന്യൂ ചെയ്തു. മെൻ്റൽ ഡൗൺ ആണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ എറർ ഹാൻഡ്ലിങ്ങോ, ഇപ്പോൾ നമ്മളൊരു കോഡിങ് ഉപകാരം ചെയ്യുമ്പോൾ എപ്പോഴും വരുന്ന സംഭവമാണ്. നമുക്ക് പല എററും ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യം വരും. നമ്മൾ ഒന്നാമത് പഠിക്കല്ലേ, അപ്പം അതിൻ്റെ ഇതുണ്ടാവും, കുറേ എറേഴ്സ് വരും. ആ ടൈമിൽ നമുക്ക് ആകെ ഇത് അത് ക്യാച്ച് ചെയ്യാൻ വയ്ക്കാത്ത ടൈമിലൊക്കെ നമുക്ക് ഭയങ്കര ഡിപ്രസ്ഡ് ആവും. എന്താണ് നമുക്കിത് ഓവർകം ചെയ്യാൻ വയ്ക്കാത്തത്. പിന്നെ നമ്മളത് അതൊരു ഓവർകം ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. ഇത് നേടിക്കഴിഞ്ഞാൽ നമുക്കിത് കഴിച്ചല്ലോ, ഈ എറർ ഹാൻഡിൽ ചെയ്യാൻ കഴിച്ചല്ലോ. നമുക്ക് ഈ ഡിപ്രസ്ഡ് ആയി നമുക്കൊന്നുകൂടി എനർജി ആയിക്കാരം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഈ എറർ ഹാൻഡിൽ ചെയ്യാൻ തന്നെയാണ് നമുക്കൊരു ഈ പ്രോബ്ലംസ് ഫേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അത് ഓവർകം ചെയ്യുമ്പോഴാണ് നമുക്കൊന്നുകൂടി എക്സ്പീരിയൻസ്ഡ് ആണത്. പിന്നെ ആ ഒരു പ്രോബ്ലം പിന്നെ വരുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ ഈസി ആയിക്കാരം. ഫസ്റ്റ് നമ്മൾ ഒരു മണിക്കൂർ പഠിക്കുന്ന കാര്യമൊക്കെ പിന്നെ നമുക്ക് 5-4 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളായിട്ട് മാറും. നമ്മളിപ്പോൾ എത്ര ആയാലും ടെക്നിക്കൽ സ്കിൽസ് നമുക്ക് എത്ര ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കൊരു ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ കൂടുതലും ഇൻ്റർവ്യൂ കോൾസൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂസൊക്കെ കൂടുതലും മൊബൈലിലൂടെ തന്നെയാണ് അധികം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളോട് ഇപ്പോൾ നമ്മൾ എവിടെ ഇരിക്കുകയാണോ അങ്ങനെ അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ചുറ്റുപാടിലൊക്കെയോ അപ്പോൾ ആ സമയത്തേക്കും ചിലപ്പോൾ കോൾ വരിക. അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളോട് വിളിച്ചിട്ട് ഇൻ്റർവ്യൂവിന് റെഡിയാണോ അങ്ങനെ ചോദിച്ചിട്ട് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ചോദിക്കും, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇതിനൊന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് അപ്പോഴത്തെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടിക്കോണമെന്നില്ല. ഓൾറെഡി നമ്മളൊരു കാര്യം പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് അതെങ്കിലും ആലോചിച്ച് പറയാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ് സ്കിൽ സെഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, അതുപോലെ നമുക്ക് നല്ലൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ടാക്കാനും അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും ബാക്കി
നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇൻ്റർവ്യൂവിന് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പോൾ അതിൽ നിന്ന് ഇതിനെങ്ങനെയൊക്കെ ആൻസർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും നമുക്ക് ഈ സോഫ്റ്റ് സ്കില്ലുകൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിന് കൂടുതൽ ഉപകാരമാണ്. മെയിനായിട്ട് എനിക്ക് സഹായിച്ചത് കമ്മ്യൂണിക്കേഷനിലാണ്. ഇപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു മടി, നമുക്കിപ്പോൾ ഒരാളുടെ ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വലിയ ഇഷ്യൂ ഉണ്ടാവില്ല. പക്ഷേ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ സ്വന്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അതുകൊണ്ടൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ സ്റ്റാക്ക് മോഡിൽ കയറിയ ടൈമിൽ തന്നെ ഒരു ക്ലയൻറ്റ് മീറ്റിങ്ങിന് പോയി. അപ്പോൾ അവിടെ പോയപ്പോഴാണ് നമുക്കൊന്നൊരു ഉപകാരം തോന്നിയത്. അത് അവിടെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കേണ്ട അവസ്ഥ വന്നപ്പോഴൊക്കെ നമുക്ക് സംസാരിക്കാനുള്ളൊരു എനർജി വരാൻ തന്നെ സോഫ്റ്റ് സ്കിൽസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്കിപ്പോൾ പഠിക്കുമ്പോൾ അറിയണ്ടാവില്ല അത്ര വലിയ എഫക്റ്റീവ് ആവുന്നില്ലത്. പക്ഷെ ഇത് ഒരു റിയൽ ടൈമായിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മളെ ഹാബിറ്റൊക്കെ മാറി നമുക്ക് തോന്നും. നമ്മൾ അതിൽ കുറേ മിസ്റ്റേക്സ് കാണും. അപ്പോൾ ഇവർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് അത് നമ്മൾ റിവ്യൂ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് കോഡ് ആ ഒരു ലെവലിലേക്ക് നമ്മുടെ കോഡ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള റിവ്യൂവും പിന്നെ റിവ്യൂ കൊണ്ടുള്ളൊരു ഉപയോഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ഫീൽഡിനെ സംബന്ധിച്ച് നമുക്കൊരു 6 മാസം കൊണ്ട് അല്ലെങ്കിൽ മാക്സിമം പോയ 1 വർഷം കൊണ്ട് നമുക്കൊരു ഇത്രയും സാലറിയും എല്ലാം കിട്ടുന്നൊരു ജോലി കിട്ടുക എന്നുള്ളത് നമുക്ക് ഈ ഒരു ഫീൽഡിൻ്റെ പ്രത്യേകതയാണ്. നമ്മളൊരു 6 മാസം അല്ലെങ്കിൽ 1 മാസം മാക്സിമം നമ്മൾ എഫേർട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഈസി ആയിട്ട് തന്നെ നല്ലൊരു പ്രോഗ്രാമറായി മാറാൻ കഴിയും. അപ്പോൾ അത് നമ്മൾ എത്രത്തോളം അതിനോട് എഫേർട്ട് എടുക്കുന്നുള്ളതിനനുസരിച്ചാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ആദ്യം ഒരു പ്രോഗ്രാം നോക്കുമ്പോഴോ ഇത് പഠിക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും മനസ്സിലായിക്കൊള്ളണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മളതിൽ കൂടുതൽ എഫേർട്ട് എടുത്ത് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇത് പഠിക്കാൻ കഴിയും. പ്രോഗ്രാമിനെ പേടിയോട് കാണും. ഞാനും അതുപോലെ ഒരാളായിരുന്നു. അപ്പം എനിക്കും പ്രോഗ്രാമിനെ പറ്റി വലിയ ഐഡിയ ഇല്ല, എന്നെ പറ്റുമോ എന്നുള്ളൊരു പേടിയുള്ള ഒരാൾ തന്നെയായിരുന്നു. പക്ഷേ നമ്മളത് ചെയ്ത് ആ ഒരു പ്രാക്ടീസിലൂടെ നമുക്കത് പഠിച്ചെടുക്കാമെന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഒരു ചെറിയ താല്പര്യമെങ്കിലും ഉള്ളവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ആദ്യം നമുക്ക് ഫ്രീ ആയിട്ടുള്ള റിസോഴ്സസ് ഈ സെൽഫ് ലേണിംഗ് തന്നെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് കുറേ കൂടെ ഇതിലോട്ട് താല്പര്യം തോന്നുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ കോഴ്സസ് ചെയ്ത് ആ ഒരു രീതിയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രോഗ്രാമിങ് നമുക്ക് ഇൻബിൽഡ് ആയിട്ടുള്ള സ്കില്ലൊന്നുമല്ല. അതിപ്പോൾ എല്ലാവർക്കും ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒന്ന് എന്താ പറയുക, കുറേ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ സ്റ്റാക്ക് അപ്പം തന്നെ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്കത് സ്കില്ലുണ്ടോ, ജസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ടോ, ജസ്റ്റ് അത്ര നോക്കിയാൽ മതി. ഇറ്റ്സ് സിമ്പിൾ. ഫസ്റ്റ് നന്ദി പറയാനുള്ളത് എൻ്റെ ഫാമിലിയോട് തന്നെയാണ്. കാരണം ഇപ്പോൾ ഞാൻ ഇതിന് മുമ്പും വേറെ കോഴ്സിനൊക്കെ പോയി, പക്ഷെ നമ്മളിപ്പോഴൊന്നും ആയിട്ടില്ല. പക്ഷെ വീണ്ടും നമ്മൾ ഒരു കോഴ്സിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ അവർ സപ്പോർട്ട് ചെയ്തു. കാരണം ഇപ്പോൾ അവിടുന്ന് മാറി ഇത്രയും ദൂരത്ത് വന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യലായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. എന്നാലും നമ്മൾ അവർ സപ്പോർട്ട് ചെയ്തു. അവർ സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഇവിടെ വന്നത് പഠിക്കാനോ ഒന്നും കഴിയില്ല. സോ ഫസ്റ്റ് നമ്മൾ നന്ദി പറയേണ്ടത് ഇവരോട് തന്നെയാണ്, എൻ്റെ ഫാമിലിയോട് തന്നെയാണ്. പിന്നെ നമുക്കിവിടെ സ്റ്റാക്കപ്പിലായാലും നമ്മുടെ മെൻ്റർ ചെയ്തിട്ടുള്ള സാറന്മാരുണ്ട്, അതുപോലെ നമ്മുടെ സോഫ്റ്റ് സ്കില്ലിൻ്റെ സാറ്, അതുപോലെ പ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തിട്ടുള്ള പ്ലേസ്മെൻറ്റ് ഓഫീസേഴ്സും എല്ലാവരോടും ഈ ഒരു അവസരത്തിൽ നന്ദി പറയാണ്. നന്ദി പറയാനുള്ളത് ഇവിടെ നമ്മുടെ ഹെൽപ്പ് ചെയ്ത നമ്മുടെ സ്റ്റാഫ്സിനോട് എല്ലാവരുമാണ്. അനീഷ് ചേട്ടനും, അസീം ഭായി, അരുൺ ചേട്ടൻ, ഷിജിൻ ചേട്ടൻ, അങ്ങനെ എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള എല്ലാവരുടെ. പിന്നെ ഇതിൻ്റെ ചേച്ചി നിഷാന്ത് ചേട്ടൻ, ഇവരൊക്കെ നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ അവരോട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അവരോടൊക്കെയാണ് താങ്ക്സ് പറയാനുള്ളത്. പിന്നെ ഇത് പാരൻസിനോടും ഒക്കെയാണ് താങ്ക്സ് പറയാനുള്ളത്. അവരുടെ ഒരു സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ഇതിലോട്ട് വരാൻ പറ്റും. തീർച്ചയായും എൻ്റെ പാടും മാടൻ അവരാണിപ്പോൾ എന്നെ നിലയൊക്കെ എത്തിച്ച്. ഇപ്പോൾ എന്തുണ്ടെങ്കിലും എല്ലാ ആവശ്യത്തിനും അവർ നേടുന്നുണ്ട്. ഇപ്പോൾ പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കാനും, എല്ലാ ക്യാഷ് ആണെങ്കിലും ഒരു ബുദ്ധിമുട്ട് നടത്തിയിട്ടില്ല. എന്തെന്ന് പറയലും ഉപ്പ അമ്മ അവർ തന്നെ.